ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോർട്ടബെല്ലോ ബീച്ചിലാണ്. അപ്പം ഞാനിന്ന് ഭയങ്കര ഒരു സണ്ണി ഡേ ആണ്. അപ്പം ജൂൺ 21. അപ്പം ഞാനിന്ന് ഈ ഒരു ബീച്ച് എന്താ പറയുക കാണാൻ വേണ്ടി വന്നതാണ്. ഇതൊരു അടിപൊളി ബീച്ചാണ്. അപ്പം ഞാൻ ഈ ഒരു ബീച്ച് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് എഡിൻബ്ര സിറ്റീനെ വളരെ അടുത്താണ്. ഒരു അരമണിക്കൂർ ദൂരമുള്ളൂ ബസ്സിന് വരുവാണെങ്കിൽ ഈ ബീച്ചിലോട്ടേക്ക്. ഈ ബീച്ച് നല്ല വിശാലമായ ബീച്ചാണ്. പക്ഷെ ഞാൻ വന്നന്ന് അത് ലോ ടൈഡ് ആയിരുന്നു. അത് കാരണം അത്രയും അധികം വേവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബീച്ചിലിരിക്കുവാണെങ്കിൽ ഒരുപാടധികം ഡോഗ്സ് നമ്മുടെ അടുത്തോട്ടേക്ക് ഇങ്ങനെ ഓടി വരും. ബിക്കോസ് അവർക്കൊക്കെ ഉള്ള ഒരു എക്സസൈസ് ടൈമാണല്ലോ. ഈ ഒരു ബീച്ചിൽ തന്നെ നമുക്ക് നിറയെ അപ്പാർട്ട്മെൻറ്റ്സ് കാണാമായിരുന്നു. അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ബീച്ചസ് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കംപ്ലീറ്റ്ലി കാണുന്നത് തന്നെ ബീച്ചായിരിക്കും അവർക്കുള്ള വ്യൂ. അപ്പോൾ അത് കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ഡേ ആയിരുന്നു ബീച്ചിൽ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഭയങ്കര സണ്ണി ഡേ ആണ്. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഈ ഒരു ബീച്ചിൽ തന്നെ നടന്ന് കുറച്ച് സെൻറ്ററിലോട്ട് എത്തിയപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു വാട്ടർ പോകുന്നതാണ്. അതൊരു ഫ്രഷ് വാട്ടറാണെന്ന് തോന്നുന്നു. ബിക്കോസ് എല്ലാവരും അപ്പുറമൊക്കെ ഇറങ്ങുന്നൊക്കെ കണ്ടു അതിലോട്ടേക്ക്. അപ്പോൾ അത് കാരണം ഇതൊരു ഫ്രഷ് വാട്ടർ ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പം ഞാൻ പിന്നെ അതും കൂടെ ഒന്ന് കണ്ടു. അതിനുശേഷം പിന്നെ ഞാൻ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമുക്ക് വെൽക്കം ബോർഡും പിന്നെ എന്താ പറയുക ഒരു കാഫേ പോലത്തെ ഒരു ഇതൊക്കെ കണ്ടത്. അതൊക്കെ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ കണ്ടു. ആകെ ഒരു ട്രക്കിനെ തന്നെ മോഡിഫൈ ചെയ്തൊരു കാഫേ ആക്കിയതായിരുന്നു അത്. അപ്പം അതെല്ലാം ഞാൻ എന്താ പറയുക വിഷ്വൽസ് എന്താ പറയുക എടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ച് നടക്കുന്ന വഴി കണ്ടിട്ടുള്ള കുറച്ച് വിഷ്വൽസും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൂവെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട്. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ നമുക്ക് ഊട്ടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ പൂവാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനത് എടുത്തു. പിന്നെയും റോട്ടിൽ ഒരുപാട് തരം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഓരോ ഫ്ലവേഴ്സിനെയും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ തിരിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു നല്ലൊരു ബാക്ലാവ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ അവിടെ കയറി ബാക്ലാവ മേടിച്ചു. ബിക്കോസ് ഞാൻ ഇച്ചിരി ഹംഗ്രി ആയിരുന്നു ആ ഒരു ടൈമിൽ. ബിക്കോസ് 12:30 മണിയായിരുന്നു സമയം. അങ്ങനെ പിന്നെ ഞാൻ അതും കൂടെ മേടിച്ച് ഞാൻ ബസ്സിൽ കയറി. ബിക്കോസ് ബസ്സിൽ കയറിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നല്ലതൊക്കെ തന്നെയായിരുന്നു ബാക്ലാവ. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ ഒരുപാട് നല്ല എന്താ പറയുക ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോയത്. അപ്പോൾ ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ ഇങ്ങനെ റൂട്ട് വരുന്നു, ബസ് റൂട്ട് വരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വിഷ്വൽസും കൂടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.